എല്ലാവർക്കും മല്ലൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തങ്കമണി, ഹണ്ട്, പുണ്യാളൻ, ബാന്ദ്ര തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പ്രാവൻകുടി ഷാപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഒരുപാട് കോമഡിയും സിനിമയിലുണ്ട്. ബേസിൽ, ചെമ്പൻ വിനോദ്, സൗബിൻ ഷാഹിർ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. പ്രാവൻകുടി ഷാപ്പിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് സോണി ലീവ് ആണ്. ഏപ്രിൽ മാസം 11-നാണ് സിനിമയുടെ റിലീസ്. സോണി ലീവ് ആയതുകൊണ്ട് തലേ ദിവസം 5 മണിക്ക് തന്നെ സിനിമ വരും. അടുത്തൊരു അപ്ഡേറ്റ് ദാവീദ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദാവീദ് സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. C5 ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ആന്റണി വർഗീസ് ആണ് സിനിമയിലെ നായകൻ. ദാവീദ് ഒരു ആക്ഷൻ മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ദാവീദ് സ്വന്തമാക്കിയത്. ഒരുപാട് പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഏപ്രിൽ മാസം 11-ന് C5-ലാണ് ദാവീദ് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബിഗ് ബൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. വിനയ് ഫോർട്ട്, അനുമോഹനാണ് ബിഗ് ബൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് സൺനെസ്റ്റ് ആണ്. നേരത്തെ റിലീസിന് വന്ന സിനിമ പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. ബിഗ് ബൻ സിനിമ ഇപ്പോൾ വിഷുവിനാണ് റിലീസാക്കാൻ ഒരുങ്ങുന്നത്. ഏപ്രിൽ മാസം 11-ന് ബിഗ് ബൻ സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വേൾഡ് വൈഡ് ആയിട്ട് 250 കോടി ക്ലബിൽ എമ്പുരാൻ ഇടം പിടിച്ചിരിക്കുകയാണ്. സിനിമയുടെ OTTക്ക് വേണ്ടി ജിയോ ഹോട്ട്സ്റ്റാറും ആമസോൺ പ്രൈമും തമ്മിൽ വലിയ മത്സരം നടന്നുവെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. 60 കോടി വരെ എമ്പുരാന്റെ OTTക്ക് വേണ്ടി ഓഫർ വന്നിട്ടുണ്ട്. സിനിമ റിലീസായിട്ട് 45 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എമ്പുരാന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. അനശ്വര രാജൻ, ബാലു വർഗീസ്, അർജുൻ അശോകനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് പുണ്യാളൻ സ്വന്തമാക്കിയത്. സിനിമ റിലീസായിട്ട് മാസങ്ങളായി. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈമാണ് പുണ്യാളൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം 11-ന് ആമസോൺ പ്രൈമിലായിരിക്കും സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആമസോൺ പ്രൈം അല്ലെങ്കിൽ സോണി ലീവ് ആയിരിക്കും സിനിമയുടെ OTT വാങ്ങിക്കുക എന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഏതാണ് OTT പ്ലാറ്റ്ഫോം എന്ന് വ്യക്തമല്ല. മമ്മൂട്ടി, ഗോകുൽ സുരേഷാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഡൊമിനിക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഡൊമിനിക് തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഗൗതം വാസുദേവാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം 11-ന് ഡൊമിനിക് സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അനൂപ് മേനോൻ, ലാലാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ചെക്ക്മേറ്റ് സ്വന്തമാക്കിയത്. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈമാണ് ചെക്ക്മേറ്റ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഏപ്രിൽ മാസം OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് തങ്കമണി സ്വന്തമാക്കിയത്. ഇതൊരു റിയൽ സ്റ്റോറിയാണ്. കേരളത്തിൽ നടന്ന സംഭവമാണ് തങ്കമണിയിൽ പറഞ്ഞു പോകുന്നത്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ദിലീപ്, നിതാപിള്ളയാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈമാണ് തങ്കമണി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് കുറെ നാളായി. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഏപ്രിൽ 11-ന് വിഷു സ്പെഷ്യലായിട്ട് തങ്കമണി സിനിമ ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് പൈങ്കിളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പൈങ്കിളി സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് പൈങ്കിളി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. വിഷു സ്പെഷ്യലായിട്ട് ഏപ്രിൽ മാസം 11-നാണ് പൈങ്കിളി സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അനശ്വര രാജൻ, സജിൻ ഗോപുവാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി റൊമാന്റിക്കൽ മൂവിയായിരുന്നു. പൈങ്കിളി സിനിമ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കാത്തിരിപ്പ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഹണ്ട് സിനിമ OTTയിലേക്ക് വരാൻ പോവുകയാണ്. മനോരമ മാക്സ് ആണ് ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഹണ്ട് ഒരു മിസ്റ്ററി ഹൊറർ സിനിമയാണ്. ഭാവനയാണ് സിനിമയിലെ നായിക. ഭാവനയുടെ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു ഹണ്ട് എന്ന സിനിമ. ഹണ്ട് സിനിമ ഏപ്രിൽ മാസം 11-നായിരിക്കും OTT റിലീസ്. വിഷു സ്പെഷ്യലായിട്ട് ഹണ്ട് സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഹണ്ട് സിനിമ സർപ്രൈസ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തമനയുടെ മലയാള സിനിമയായിരുന്നു ബാന്ദ്ര. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ബാന്ദ്ര സിനിമ പരാജയപ്പെട്ടു. തമന്ന, ദിലീപാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. വേറെയും ഒരുപാട് താരങ്ങൾ ബാന്ദ്രയിലുണ്ട്. ആമസോൺ പ്രൈമാണ് ബാന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ ഡിസംബറിൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് യാതൊരു അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ വിഷുവിന് ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.
ഇതുപോലത്തെ ഒരിക്കലും വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.